ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് അടപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല എളുപ്പമാണ് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ തൃശ്ശൂർ സൈഡിലൊക്കെ സദ്യകളിലുള്ള അടപ്രഥമൻ്റെ സെയിം ടേസ്റ്റിലുള്ള അടപ്രഥമനാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിങ്ങനെ ബ്രൗൺ കളറിലുള്ള അടയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് അടയാണ് എടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള അടയാണ്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ചധികം വെച്ച് കൊടുക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം ഇത് ഊറ്റിയെടുക്കാനുള്ളതാണ്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. 800 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്കത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അട നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇത് കറക്റ്റ് വെന്തിട്ടുണ്ടോയെന്ന്. കടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വരണം. എൻ്റെ ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇത് കുക്കായിട്ട് കിട്ടിയത്. ഇത് നമുക്ക് കോരി മാറ്റാം. ഓരോ അടയുടെയും വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെടുക്കുന്ന അടയ്ക്കനുസരിച്ചിട്ട് വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ശർക്കര ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അട ഇവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ 6 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാതും 250 ml മെഷറിംഗ് കപ്പിലാണ് അളവെടുക്കുന്നത്. അപ്പോൾ 6 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഇനിയിപ്പോൾ 3.5 കപ്പ് ഒന്നാം പാലാണ് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. 6 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലുള്ള ചുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ഒന്നാം പാൽ എടുത്ത് വെച്ചതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാം പാലാണിത്. 4.5 കപ്പ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത്. 6 കപ്പ് തേങ്ങയിൽ നിന്ന് 3.5 കപ്പ് ഒന്നാം പാലും 4.5 കപ്പ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കദളിപ്പഴമാണ്. ഒരു 5 ചെറിയ കദളിപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത പഴം വേണം നമ്മൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കറ പോലെ ഉണ്ടാവും. ചെറുതായതുകൊണ്ടാണ് 5 എണ്ണം എടുത്തത്. കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ 2-3 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു ഉരുളിയിലാണ് പ്രഥമൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉരുളി ചൂടായതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ പഴം മിക്സ് ചെയ്ത് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഴത്തിൽ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് അത് ചേർത്ത് നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കുക. ഈ പഴത്തിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒപ്പം എല്ലാം കൂടി ഒഴിച്ചു കൊടുത്താൽ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാവും. അപ്പോൾ ആദ്യം കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ച് പഴം നന്നായിട്ട് ഇതിൽ മിക്സായി കിട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ ശർക്കര പാനിയിൽ കിടന്ന് അട നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം. അടയിൽ നന്നായിട്ട് ശർക്കര പാനിയൊക്കെ പിടിച്ച് ഒന്ന് വറ്റി വരണം. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 10-12 മിനിറ്റിൻ്റെ അടുത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. 4.5 കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. രണ്ടാം പാൽ ചേർത്ത് രണ്ടാം പാലും നന്നായിട്ടൊന്ന് വറ്റി വരണം. അതിന് ശേഷം വേണം നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ട്. പ്രഥമനൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കിയെടുത്താലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രുചി കിട്ടുള്ളൂ. രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇടയ്ക്കൊന്ന് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഇത്രയും തിക്കാവുമ്പോഴാണ് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്നാം പാലിൽ ചുക്കും ജീരകമൊക്കെ പൊടിച്ചിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അത് അരിച്ചതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. തരികളൊക്കെ ഉണ്ടാവും. നന്നായിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 3.5 കപ്പാണുള്ളത്. നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധിക സമയം തിളപ്പിക്കാനായിട്ട് പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കറക്റ്റ് അളവുകളാണ്. മധുരമൊക്കെ കറക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ചൂടോടുകൂടി ഇരിക്കുമ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ടാവും. ഇത് തണുത്ത് വരും തോറും കറക്റ്റ് കട്ടിയായിട്ട് വരും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പാൻ വെച്ച് നമുക്ക് നെയ്യ് മൂപ്പിച്ചൊഴിക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അസല് അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ശർക്കര വാങ്ങിക്കുമ്പോൾ നല്ല ബ്രൗൺ കളറിലുള്ള ശർക്കര നോക്കിയിട്ട് വാങ്ങുക. നല്ലതാണ് പ്രഥമന് നല്ലൊരു കളറൊക്കെ കിട്ടുക. മറ്റുള്ള പായസത്തിൻ്റെ പോലത്തെ കളറല്ല അടപ്രഥമന് ഉണ്ടാവുക. ഇതുപോലൊരു ഡാർക്ക് ഷെയ്ഡിലുള്ളൊരു കളറാണ് ഉണ്ടാവുക. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.